ആദ്യ രാത്രിയിൽ അവളെ നെഞ്ചത്ത് വലിച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നതും കെട്ടിയതും യാദൃശികമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പിന്നെ നിങ്ങൾ ഇതുവരെ വിദേശത്തല്ലായിരുന്നോ? നമ്മളാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടുമില്ല. പിന്നെ ഏതൊരു പ്രവാസിയെപ്പോലെയും ലീവിന് വന്നപ്പോൾ ഒരു പെണ്ണന്വേഷിച്ച് വന്ന് കണ്ടിഷ്ടപ്പെട്ട എന്നെ കെട്ടി, അത്ര തന്നെയല്ലേ? അല്ല, ഇതിൻ്റെ പിന്നിലൊരു വലിയ കഥയുണ്ട്. അത് നീ കേട്ടോളൂ, ഞാൻ പറയാം. നവവരൻ ആ കഥ പറഞ്ഞു തുടങ്ങി. ഹലോ മാഡം, നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഹലോ, എന്ത്? നിങ്ങൾ ആരാണ്? എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ആരുമായിക്കോട്ടെ, നിങ്ങൾ +2 A ക്ലാസ്സിലെ ജെൽസിയുടെ ബാഗിൽ ഒന്ന് പരിശോധിച്ച് നോക്കൂ. അതുപോലെ നിങ്ങളുടെ സ്കൂളിലെ പല കുട്ടികളുടെ ബാഗിലും മയക്കുമരുന്നുണ്ട്. ഹലോ ഹലോ. ഫോൺ കട്ടായി. ഫോണിലൂടെ വന്ന ആ ഒരു അനോണിമസ് മെസ്സേജ് കേട്ട ഉടനെ പ്രിൻസിപ്പൽ നേതൃത്വത്തിൽ ജെൽസ പഠിക്കുന്ന ക്ലാസ്സിൽ കയറി മിന്നൽ പരിശോധന നടത്തി. പറഞ്ഞതുപോലെ അവരുടെ ബാഗിൽ നിന്നും കഞ്ചാവ് പൊതി കണ്ടെടുത്തു. ജെൽസ നടുങ്ങിപ്പോയി. ഈ +2 A ക്ലാസ്സിൽ എന്തിന്? ആ സ്കൂളിൽ തന്നെ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് ജെൽസ എന്ന് അവളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അവളെയും കൂട്ടിക്കൊണ്ട് അവളുടെ കഞ്ചാവ് പൊതി അടങ്ങിയ ബാഗും എടുത്ത് പ്രിൻസിപ്പലും അറ്റൻഡറും നേരെ സ്റ്റാഫ് റൂമിലേക്ക് ഒരു പ്രതിയെ പോലെ അവളെ നടത്തിച്ചു കൊണ്ടുപോയി. ഇവളെ ഇപ്പോൾ തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. പ്രിൻസിപ്പലിന് കലയടക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവർ ജെൽസിയുടെ അമ്മയുടെ നമ്പറിലേക്കാണ് വിളിച്ചത്. ഹലോ ഹലോ, ആരാണ്? ജെൽസിയുടെ അമ്മയല്ലേ? അതേല്ലോ, സ്കൂളിൽ നിന്നും പ്രിൻസിപ്പളാണ്. ആണോ? ജെൽസയ്ക്ക് എന്തു പറ്റി മാഡം? അവൾക്കൊന്നും പറ്റിയിട്ടില്ല, അവളവിടെ ഉണ്ട്. നിങ്ങളൊന്ന് വരാമോ പെട്ടെന്ന്? എന്താ മാഡം, എൻ്റെ മക്കൾക്ക് എന്താ പറ്റിയത്? ജെൽസയുടെ അമ്മയുടെ തൊണ്ടയിടറി. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും പറ്റിയില്ല. ഒരു കാര്യമുണ്ട്, അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. ഓ ശരി മാഡം, ഞാൻ ഉടനെ വരാം. ജെൽസയുടെ അമ്മ വേഗം ഡോറ് പൂട്ടി തൻ്റെ സ്കൂട്ടി എടുത്ത് മകൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ചെന്നു. അവർ നേരെ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് കയറി ചെന്നു. ജെൽസ അവിടെ ഒരു കസേരയിലിരുന്ന് കരഞ്ഞ് കണ്ണീര് വാർക്കുന്നു. മോളെ, എന്താ നിനക്ക് പറ്റിയത്? അവൾക്ക് ഇതുവരെ ഒന്നും പറ്റിയില്ല. ഇനി പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിപ്പിച്ചത്. എന്താ എന്താ മാഡം? ഇതാ ഈ സാധനം ഇവരുടെ ബാഗിൽ നിന്നും കിട്ടിയതാണ്. ഇവിടുത്തെ രാഘവൻ മാഷിനെ കാണിച്ചപ്പോൾ പറഞ്ഞത് അത് കഞ്ചാവെന്നാണ്. എനിക്കറിയില്ല, പക്ഷെ ഇവിടെയുള്ള അറ്റൻഡർ സദാശിവനടക്കം ഒരുപാട് പേര് അത് കഞ്ചാവാണെന്ന് പറഞ്ഞു. പോലീസിനെ വിളിച്ച് ഇവളെ പിടിപ്പിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഈ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നതിനാലാണ് പേരൻസിനെ വിളിച്ച് പറയാമെന്ന് തോന്നിയത്. ഇല്ല മാഡം, എൻ്റെ മകൾ അത്രക്കാരി അല്ല. അവൾക്കൊരിക്കലും ഇതുമായി ഒരു ബന്ധം ഉണ്ടാകില്ല, എനിക്ക് ഉറപ്പാണ്. ജെൽസിയുടെ അമ്മേ, ഞങ്ങൾക്ക് ഉറപ്പൊക്കെയാണ്. ഇവളിവിടെ നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും ഇതെങ്ങനെ ഇവരുടെ ബാഗിൽ വന്നു? ഉപയോഗിച്ചില്ലെങ്കിലും ഇതിൻ്റെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയാണ് ഞങ്ങൾക്കറിയേണ്ടത്. അത് കേട്ടതും ജെൽസമോൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. എനിക്കറിയില്ല ഇത് എവിടുന്ന് എൻ്റെ ബാഗിൽ വന്നത് എന്ന്. ഞാൻ സത്യത്തിൽ നിരപരാധിയാണ്. പ്രിൻസിപ്പലിൻ്റെ മേശമുകളിലുള്ള ആ ചെറിയ ഒരു പ്ലാസ്റ്റിക് ബാഗിലിരിക്കുന്ന വസ്തുവിനെ ജെൽസയുടെ അമ്മ സൂക്ഷിച്ചു നോക്കി. ചില സീരിയലുകളിലും സിനിമകളിലും കണ്ടിട്ടുണ്ട് ഇമാതിരി എന്തോ ഒരു വസ്തു. ഏതായാലും എൻ്റെ മകള് ഇത് ഉപയോഗിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പക്ഷേ ഈ സ്കൂളിൽ ആരുടെയൊക്കെ കയ്യിൽ ഇതുണ്ട്? ഇവളെ ശരിക്കും കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്ത പണിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ജെൽസയ്ക്കാര ശത്രുക്കളായി ഈ സ്കൂളിലുള്ളത്? ഇതൊരു മിക്സഡ് സ്കൂളല്ലേ? മിക്കപ്പോഴും ആൺകുട്ടികളായിരിക്കും ഇതിൻ്റെ പ്രതികൾ. ഇവിടുത്തെ ആൺകുട്ടികളും പാവമാണ്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ രഹസ്യമായി അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കണമല്ലോ. ഏതായാലും ഞാൻ പോലീസിനെ വിളിക്കുകയാണ്. അയ്യോ മാഡം, എൻ്റെ കുട്ടിയുടെ ഭാവി. ജെൽസിയുടെ അമ്മ കരയാൻ തുടങ്ങി. അത് കണ്ട് ജെൽസിയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇവിടുത്തെ ആൺകുട്ടികൾ ഒപ്പിച്ച പണി തന്നെയാണ്. മോളെ, നിനക്ക് അവരുമായി എന്തെങ്കിലും സ്വരച്ചേർച്ചയോ പ്രശ്നമോ ഉണ്ടായിട്ടുണ്ടോ? പ്രിൻസിപ്പൽ അവളോട് ചോദിച്ചു. ഇന്നലെ വേറൊരു ക്ലാസ്സിലെ ഒരു പയ്യൻ എനിക്കെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ തരാൻ ശ്രമിച്ചു. ഞാൻ വാങ്ങിയില്ല. അവനെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങാതിരുന്നത്. ആഹാ, അങ്ങനെ വരട്ടെ. അപ്പോൾ ആ പയ്യൻ അതിൻ്റെ പക വീട്ടാൻ വേണ്ടി എൻ്റെ മക്കളുടെ ബാഗിൽ കഞ്ചാവ് കൊണ്ടുവച്ചതായിരിക്കും. ഇത്ര എളുപ്പത്തിലൊക്കെ വൈരാഗ്യം തീർക്കാൻ ഈ സാധനം കിട്ടണമെങ്കിൽ ഇവിടുത്തെ ആൺകുട്ടികൾക്ക് ഇതുപോലുള്ള മാഫിയകളുമായി എന്തെങ്കിലും ബന്ധം ഉണ്ടാകും മാഡം. അവനാണ് വെച്ചത് എന്നതിന് ഒരു തെളിവും നമ്മുടെ പക്കലില്ല. മാഡം തല താഴോട്ട് നോക്കി ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഏതായാലും അവനെ വിളിപ്പിക്കാം. എന്താണ് അവൻ്റെ പേര്? ഏത് ക്ലാസ്സിലാണ്? ഷൈജു, അതാണ് അവൻ്റെ പേര്. +2 C ഡിവിഷനിലാണ്. ഹലോ സദാശിവ,
നീ +2 സി ഡിവിഷനിൽ പോയി ഷൈജു എന്ന പയ്യനെ വിളിച്ചുകൊണ്ടുവാ. മാഡം അറ്റൻഡറുടെ ചെവിയിൽ മന്ത്രിച്ചു. ഉടനെ അറ്റൻഡർ പോയി ഷൈജുവിനെ വരുത്തിച്ചു. അവൻ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് വന്നു. അല്പം പിറകെ അവന്റെ ബാഗും അറ്റൻഡർ പൊക്കിക്കൊണ്ടുവന്നു. പ്രിൻസിപ്പലിന്റെ മധ്യസ്ഥതയിൽ അവന്റെ ബാഗിലുള്ള എല്ലാ സാധനങ്ങളും പരിശോധിച്ചു. സമാനമായ ഒരു പാക്കറ്റ് അതിനുള്ളിൽ നിന്നും ലഭിച്ചു. അവനോട് പ്രിൻസിപ്പൽ ചോദിച്ചു, എടാ ചക്ക, നീ എന്തിനാടാ ആ ജെൽസിയുടെ ബാഗിൽ ഇതുപോലുള്ള ഒരെണ്ണം ഒളിപ്പിച്ചു വെച്ചത്? മാഡം, എനിക്ക്... എന്താണ്? പറയടാ. എനിക്ക് ജെൽസ ഇഷ്ടമാണ്. ആ കാര്യം പറയാൻ വേണ്ടി ഞാനൊരു ലെറ്റർ കൊടുത്തു. അവളത് വാങ്ങിയില്ല. എനിക്ക് ആ നിമിഷം ദേഷ്യം കൊണ്ട് സഹിക്കാൻ പറ്റിയില്ല. ഇവളെ എനിക്കിഷ്ടമാണ്. ആ കാര്യം അവളോട് പറയാൻ ഞാൻ കണ്ടെത്തിയത് ഒരു ലെറ്റർ കൊടുക്കുക എന്ന ഉപാധിയാണ്. പക്ഷേ ഇവൾ നിരാകരിച്ചപ്പോൾ എനിക്ക് വിഷമമായി. അതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന 2 പൊതിയിൽ നിന്നും ഒന്ന് ഞാൻ ഇവരുടെ ബാഗിൽ വെച്ച് മാഡത്തിന് പബ്ലിക് ടെലിഫോണിൽ നിന്നും ഫോൺ ചെയ്ത് വിവരം അറിയിച്ചത്. ഓഹോ, അപ്പം നീ ഒരു കൊടും ക്രിമിനൽ ആണല്ലേ? എന്താണ് നിന്റെ ബാക്ക്ഗ്രൗണ്ട്? ഒരു പെണ്ണ് നിന്റെ പ്രേമം നിരാകരിച്ച ഉടനെ അവളെ ആക്രമിക്കുകയോ? ഏതായാലും ഞാൻ പോലീസിനെ വിളിക്കുകയാണ്. അവർ വന്ന് രഹസ്യമായി അന്വേഷിച്ചിട്ട് നിനക്കൊക്കെ കഞ്ചാവ് തരുന്ന മാഫിയെ കണ്ടെത്തട്ടെ. ജൽസയ്ക്കും ഇവിടുത്തെ നല്ലവരായ മറ്റു കുട്ടികൾക്കും ഒരു പ്രശ്നം വരാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇവൻ ജയിലിൽ പോട്ടെ. പെട്ടെന്ന് പോലീസ് ടീം മഫ്റ്റിയിൽ അവിടെ വന്നു. ഷൈജുവിനെ ഒരു റൂമിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അല്പസമയത്തിന് ശേഷം പോലീസ് ഷൈജുവിനെ കൊണ്ട് പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്നു. ജൽസയും അമ്മയും അപ്പോഴും പ്രിൻസിപ്പലിന്റെ റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഏതായാലും നമുക്ക് വൈരാഗ്യമുള്ളവരെ നമ്മളോട് എന്തെങ്കിലും വേണ്ടാധീനം ചെയ്യൂ എന്ന ജൽസയുടെ അമ്മയുടെ ആ കണ്ടെത്തൽ നന്നായി. അങ്ങനെയാണ് ഇവനെ പിടികൂടാൻ പറ്റിയത് അല്ലേ? എന്നിട്ട് പോലീസ് പ്രിൻസിപ്പലിനെ നോക്കി ചോദിച്ചു, ആരാ ഇത് കഞ്ചാവാണെന്ന് ഐഡന്റിഫൈ ചെയ്തത്? രാഘവൻ മാസ്റ്ററും ഈ സദാശിവൻ അറ്റൻഡറും കൂടിയാണ്. ആ SI ഷൈജുവിന്റെ ബാഗിൽ നിന്നും ജൽസയുടെ ബാഗിൽ നിന്നും കിട്ടിയ പൊതികൾ 2 പൊട്ടിച്ച് ഒരു കടലാസിലിട്ടു. അത് മണപ്പിച്ചു നോക്കി. മാഡം, ഇത് കഞ്ചാവൊന്നുമല്ല. ഇത് തുമ്പച്ചെടി നന്നായി ഉണക്കി ചെറിയ കവറിലാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവരും അത് കേട്ട് അമ്പരന്നു. അതേ മാഡം, പറമ്പിൽ നിന്നും പറിച്ചെടുത്ത തുമ്പച്ചെടി കുറച്ച് ദിവസമായിട്ട് ഞാൻ ഉണക്കി പൊടിച്ചെടുത്ത് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഈ ജൽസയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്നോട് ക്ഷമിക്കണം. ഷൈജു ഒരു വളിച്ച് ചിരിച്ചിരിച്ച് അത് ഏറ്റു പറഞ്ഞു. നിന്റെ പ്രേമത്തിന് സഹകരിക്കാത്തത് കൊണ്ട് ഇത്രയും വലിയ കുറ്റകൃത്യമാണ് ഈ പെൺകുട്ടിയോട് നീ ചെയ്തിരിക്കുന്നതും അറിയാവോ? ഏതായാലും നീ നിന്റെ പേരൻസിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇനി ക്ലാസ്സിൽ കയറിയാൽ മതി. എന്നാൽ മാഡം, ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോലീസ് ടീം അവിടം വിട്ടുപോയി. ജൽസയോടും അമ്മയോടും ഞങ്ങളുടെ പ്രവൃത്തിയിൽ ക്ഷമ ചോദിക്കുന്നു. മോൾ ബാഗുമെടുത്ത് ക്ലാസ്സിൽ പോയാട്ടെ. മാഡം ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ ജൽസയുടെ അമ്മയോട് ക്ഷമ ചോദിച്ചു. ഒരുപക്ഷെ പോലീസ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇത് കഞ്ചാവാണെന്ന് അവിശ്വസിച്ചു പോയേനെ. ജൽസയുടെ അമ്മ പറഞ്ഞു, നീ നാളെ പേരൻസിനെ കൂട്ടി വന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടോ. പോയിക്കോ. കുരുത്തം കെട്ടവനാണിവൻ. ജൽസയുടെ അമ്മ അതും പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ഷൈജു തൻ്റെ ഭാര്യയോട് അത് പറഞ്ഞു നിർത്തി. ആ ഷൈജുവാണ് ഞാൻ, അറിയുമോ? എൻ്റെ ഈശ്വര! അവളിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. ഫസ്റ്റ് നൈറ്റിൽ തൻ്റെ വരൻ ഷൈജു പറഞ്ഞ ആ കഥ കേട്ട് ജൽസ അമ്പരന്നു പോയി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.